ശശീന്ദ്രൻ ഒരു മന്ത്രിയായിരിക്കാൻ യോഗ്യനല്ല എന്ന് സിബി പറഞ്ഞതിനകത്തും എനിക്ക് ഭയങ്കരമായിട്ട് വിയോജിപ്പുണ്ട്. ഈ മന്ത്രിസഭയ്ക്ക് ദൃഷ്ടിദോഷം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് കെട്ടിവെച്ചേക്കുന്ന ഒരു കോലം അതിനകത്ത്. ഓസ്കർ മാണി പോയാൽ പരിപാടി കഴിഞ്ഞു. അടുത്ത പിന്നെ മൂന്നാം ടൈം ഇല്ല. ഈ അൻവർ ഇത്രയും വോട്ട് പിടിച്ചത് ശശീന്ദ്രനുള്ളതുകൊണ്ടാ. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അറബിക്കടലിന്റെ ഓളങ്ങളിലേക്ക് വലിച്ചെറിയേണ്ടുന്ന സമയം കഴിഞ്ഞു. കടൽ കിഴവൻ എന്ന വാക്ക് വി എസ് ജോയി പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഓസ്കർ മാണിയുടെയും കേരള കോൺഗ്രസ് പാർട്ടി ഗ്രൂപ്പിന്റെയും മാന്യത എന്ന് മാത്രം മനസ്സിലാക്കി മിണ്ടാതെ അവിടെ ഇരുന്നാൽ ശശീന്ദ്രന് കൊള്ളാമെന്ന് എന്റെ അഭിപ്രായം. രാജഭായ് നമസ്കാരം. നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ ഒരു ജനപ്രതിനിധിയോ അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ തന്നെ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ പിണറായി മന്ത്രിസഭയിൽ മന്ത്രിയായിരിക്കുന്ന ശ്രീ എ കെ ശശീന്ദ്രൻ. ധാർമ്മികമായിട്ടും അല്ലാതെയും ഒരു തരത്തിലും ഒരു മന്ത്രി എന്നുള്ള രീതിയിലോ ഒരു പൊതുപ്രവർത്തകർ എന്ന രീതിയിലോ അംഗീകരിക്കാൻ സാധിക്കാത്തൊരു വ്യക്തിയാണ് എ കെ ശശീന്ദ്രൻ. ഈ എ കെ ശശീന്ദ്രൻ ഇന്ന് ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ആ പ്രസ്താവന മുന്നണി മര്യാദകൾ പാലിക്കണമെന്ന് കേരള കോൺഗ്രസ് എമ്മിനോടുള്ള ഒരു ഉപദേശമാണ്. അതായത് ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റിക്കഴിഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കുന്ന ഒരു പാർട്ടിയുടെ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് അവർക്ക് പാർട്ടി ഉണ്ടോയെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ, ശരത് പവാറിൻ്റെ പാർട്ടി രജിസ്റ്റേർഡ് ആണെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം അങ്ങനെയുള്ള ഒരു പാർട്ടിയുടെ മന്ത്രി ഇവിടെ ഇരുന്നിട്ട് പറയുകയാണ് ശരിക്കുള്ള NCP എന്ന് പറയുന്നത്, അതായത് ഇദ്ദേഹമൊക്കെ മത്സരിച്ച് ജയിച്ചിട്ടുള്ള NCP എന്ന് പറയുന്നത് ഇപ്പോൾ അജിത് പവാറിൻ്റെ കീഴിലാണ്. അജിത് പവാർ ഇപ്പോൾ NDA മന്ത്രിസഭയുടെ ഭാഗമാണ്. അപ്പോൾ അങ്ങനെ NDA മന്ത്രിസഭയുടെ പ്രതിനിധിയായിട്ട് കേരള മന്ത്രിസഭയിൽ ഇരിക്കുന്ന എ കെ ശശീന്ദ്രനാണ് മുന്നണി മര്യാദകൾ പാലിക്കണമെന്ന് ആരോട് പറഞ്ഞിരിക്കുന്നത്? കേരള കോൺഗ്രസ് എമ്മിനോട് പറഞ്ഞിരിക്കുന്നത്. ഇതിലെ രാഷ്ട്രീയം എന്താണ്? അല്ല, ആദ്യം സിബി പറഞ്ഞത് അദ്ദേഹം എന്നൊന്നും പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അയാളെന്നൊക്കെ പറഞ്ഞാൽ മതി, വലിയ ഉപമാനം കൊടുക്കണ്ട. ഒരു ഓട്ടോറിക്ഷയ്ക്കകത്തിരുന്നാൽ പോലും തമ്മിൽ കുത്തുന്നവരുന്നല്ലോ. ഒരു ഓട്ടോറിക്ഷ കയറ്റാനുള്ള ആളെ പാർട്ടിക്കകത്തില്ല. ടൂ വീലറിന് പോകാനുള്ളതേ ഉള്ളൂ. 2 പേരോ 3 പേരോ കണ്ടേ ഉള്ളൂ. 3 പേരെ വെച്ചിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ട്രാഫിക് പോലീസ് പിടിക്കുന്നുള്ളതുകൊണ്ട് പിന്നെ ഒരു ഓട്ടോറിക്ഷയ്ക്ക് പോകുന്നുണ്ടായിരിക്കും. അതിനുള്ള ആളേ ഉള്ളൂ പാർട്ടിക്കകത്ത്. അടുത്തത് അവിടെ NCP ഉണ്ട്, 2 ഗ്രൂപ്പിലും ഉണ്ട് മഹാരാഷ്ട്രയിൽ. ഇവിടെ ഇപ്പോൾ ആ സാധനമൊന്നുമില്ല. എ കെ ശശീന്ദ്രൻ ഇങ്ങനെ ഉണ്ടെന്നേ ഉള്ളൂ. ശശീന്ദ്രൻ ഒരു മന്ത്രിയായിരിക്കാൻ യോഗ്യനല്ല എന്ന് സിബി പറഞ്ഞതിനകത്തും എനിക്ക് ഭയങ്കരമായിട്ട് വിയോജിപ്പുണ്ട്. അയാൾ മനുഷ്യൻ എന്നുള്ള രീതിയിൽ തന്നെ ജീവിച്ചിരിക്കാൻ യോഗ്യനല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ്. ഒരു പിതാവ് എന്നുള്ള രീതിയിൽ, ഒരു മുത്തച്ഛൻ എന്നുള്ള രീതിയിൽ എത്രയോ മോശപ്പെട്ട ഒരു മനുഷ്യനാണ്. പേരക്കുട്ടിയുടെ പ്രായമുള്ള പെൺകൊച്ചിനെ വിളിച്ചിട്ട് എൻ്റെ പൂച്ചക്കുട്ടി. കാരണം ഇപ്പം വനംവകുപ്പ് കൈകാര്യം ചെയ്യാൻ കൊടുത്തത് അതുകൊണ്ടാണ് പിണറായി വിജയൻ. കാരണം മൃഗങ്ങളോട് പ്രത്യേക സ്നേഹം, അതുകൊണ്ടാണ് മനുഷ്യനെയൊക്കെ പൂച്ചയും പട്ടിയും സിംഹവും ഒക്കെ ആയിട്ട് കാണുന്നത്. ഇതിനകത്തുള്ള വിഷയം എന്ന് വെച്ചാൽ, ഒന്ന്, ഇയാൾ ജോസ് കെ മാണിയെ കുറ്റം പറഞ്ഞത് എനിക്ക് തോന്നുന്നു, നമ്മൾ ഈ പണ്ടത്തെ കാലത്തൊക്കെ നല്ല വീട് പണിയുമ്പം അല്ലെങ്കിൽ പച്ചക്കറി കൃഷി ചെയ്യുമ്പം അവിടെ ഒരു കോലം കെട്ടി വെക്കും. അപ്പോൾ ഇത് കണ്ണ് കെട്ടായിരിക്കാനാണ് ചെയ്യുന്നത്. ആൾക്കാരെ നോട്ടം അതിലോട്ട് പോകും, പച്ചക്കറിയിലോട്ട് പോകത്തില്ല. ഒരു പാവാടയും ബ്ലൗസോ ഒക്കെ ഇടിപ്പിച്ചോ അല്ലെങ്കിൽ ഒരു ഷർട്ടും മുണ്ടോ കുടിപ്പിച്ചോ ബൈക്കോലോ കൊണ്ടൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ കോലം കെട്ടി വെക്കും. കണ്ണ് കെട്ടായി ദൃഷ്ടിദോഷമോ ഉണ്ടാകാതിരിക്കാനാന്ന് പറയുന്നത്. ഒരു വീടിൻ്റെ ഒക്കെ പണി നടക്കുകയാണെങ്കിൽ കരിങ്കണ്ണ നോക്കുന്ന എഴുതി വെക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ മന്ത്രിസഭയ്ക്ക് ദൃഷ്ടിദോഷം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് കെട്ടിവെച്ചേക്കുന്ന ഒരു കോലം അതിനകത്ത്. 2 കാര്യങ്ങളുണ്ട് അതിനകത്ത് പിണറായി വിജയൻ കണ്ട്. ഒന്ന്, ആൾക്കാരെ ശ്രദ്ധ ഇയാൾ വിട്ടിത്തരം പറയുമ്പോൾ അതിലോട്ട് പോയിക്കോളും. അപ്പോൾ ഇവരുടെ ബാക്കിയുള്ള പ്രശ്നങ്ങൾക്കകത്ത് വിമർശനം വരത്തില്ല. ഇനിയിപ്പം 2 ദിവസം ശശീന്ദ്രനാണല്ലോ, എന്നും ശശീന്ദ്രനാണല്ലോ വാർത്തയിലുണ്ടാവുന്നത്. ആന ഇറങ്ങുമ്പോൾ ബാക്കിയുള്ളത് ഇയാൾ വിവരക്കേട് പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ. അതിനാണ് വെച്ചിരിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ റിയാസിൻ്റെയും അല്ലെങ്കിൽ വീണ ജോർജിൻ്റെയും ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ അവിടെ മുങ്ങിപ്പോവും. ആൾക്കാരെ ശ്രദ്ധ ഇയാളിലേക്ക് ഡൈവേർട്ട് ചെയ്ത് പോകും. പിണറായി വിജയൻ വളരെ തന്ത്രജ്ഞനായിട്ടുള്ള പൊളിറ്റീഷ്യനാണ്. 2, ഞാൻ ശശീന്ദ്രൻ ഒറ്റയ്ക്ക് ഇത് പറഞ്ഞൊന്നും വിശ്വസിക്കുന്നില്ല. പിണറായി എപ്പോഴത്തെയും അറുത്തുമുറിച്ച് കാര്യം പറയുന്ന ആളാണ്. മുഹമ്മദ് നബിയുടേത് മുടി കൊണ്ടുവന്നിട്ട് മുടിപ്പള്ളി ഉണ്ടാക്കിയിട്ട് മുടിയിട്ട വെള്ളം എടുത്ത് വിൽക്കാൻ വേണ്ടി കാന്തപുരം നോക്കിയപ്പം കാന്തപുരമായിട്ട് നല്ല ടേംസിലിരിക്കും. ഇടതുമുന്നണിക്ക് അവർ പിന്തുണ നടക്കുന്ന കാലത്ത് മുടിയായാലും നഖമായാലും ആരതായാലും ബോഡി വേസ്റ്റ് എന്ന് പറയാൻ ധൈര്യം കാണിച്ചിട്ടുള്ളതാണ്. ബിഷപ്പ് മത്തായി ചാക്കോയ്ക്ക് ഞാൻ അന്ത്യ കുർബാന കൊടുത്തിരുന്നു എന്ന് പറഞ്ഞപ്പം നികൃഷ്ടജീവി എന്ന് വിളിച്ച ആളാണ് പിണറായി വിജയൻ. കോംപ്രമൈസ് ചെയ്യാതെ എന്തും പറയുന്ന ആളാണ്. ഗണേഷ് കുമാർ നിലമ്പൂർ പോയിട്ട് വലിയ ഫ്ലെക്സ് വെച്ചു. ഗണേഷ് കുമാർ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവെൻഷൻ നടക്കുന്നിടത്ത് പിണറായി വന്നപ്പോൾ പിണറായിയുടെ തലയേക്കാളും വലിയ തല കണ്ടു. പിണറായിക്ക് സഹിക്കുമോ? പിണറായി പറഞ്ഞു മുന്നണി മര്യാദ കാണിക്കണം, ഇങ്ങനത്തെ കൊണ്ടുവന്നിട്ടുള്ള നിങ്ങളെ സ്ഥലത്ത് കൊണ്ടേ വെച്ചാൽ പൊതു മുന്നണിക്കകത്താകുമ്പോൾ മുന്നണിയുടെ രീതിക്ക് അനുസരിച്ച് പോകണമെന്ന് പറഞ്ഞു. അതായത് എന്നെക്കാൾ ചെറുതൊക്കെ വെച്ചാൽ മതി, ഞങ്ങളോട് യോജിച്ചിട്ട് വെച്ചാൽ മതി, നീ ഫോട്ടോയെ വെക്കണ്ട, വെക്കുകയാണെങ്കിൽ എൻ്റെ ഫോട്ടോ വലുതാക്കി വെച്ചിട്ട് അതിനകത്ത് താഴ്ത്ത് വെച്ചാൽ മതി എന്ന് തന്നെ പറഞ്ഞേക്കുന്നത്. അത് പറയുന്നതിനൊരു മടിയില്ലാത്ത ആളാണ്. ഗണേഷ് കുമാറിനോട് അങ്ങനെ പറയുന്ന പിണറായിക്ക് ജോസ് കെ മാണിയോട് അങ്ങനെ പറയാൻ പറ്റത്തില്ല. ജോസ് കെ മാണിക്കെതിരെ ഒരു വിമർശനവും ഉന്നയിക്കാതിരിക്കാൻ പിണറായി വിജയനും MP ഗോവിന്ദൻ മാഷും ബിനോയ് വിശ്വവും പാണക്കാട്ട് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും അതേപോലെ തന്നെ സാക്ഷാൽ PJ ജോസഫും അതേപോലെ BD സതീശനും അടൂർ പ്രകാശും സണ്ണി ജോസഫും ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. കാരണം അവർ ഞങ്ങൾക്ക് എങ്ങനെയും കിട്ടണം എന്നും കണ്ട് ഇപ്പം അങ്ങനെ പറയുമല്ലോ. ഇപ്പം നമുക്കൊരു പെങ്കൊച്ചിനോട്
ഭയങ്കരമായിട്ട് ഇപ്പോൾ ഞാനും സിബിയും നമ്മളിപ്പോൾ ഈ പ്രായത്തിലല്ലെന്ന് കൂട്ടിക്കാൻ ഇനിയിപ്പോൾ ഈ പ്രായത്തിലാണെങ്കിലും നമുക്കൊരാളോട് ഒരു പെണ്ണിനോട് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്കും ഇഷ്ടമുണ്ട്, സിബിക്കും ഇഷ്ടമുണ്ട്, എനിക്ക് കിട്ടണമെന്നുണ്ട്, സിബിക്കും കിട്ടണമെന്നുണ്ട്. അതിൻ്റെ ചിലപ്പോൾ അത് കുളിക്കാതെ പല്ല് തേക്കാതെ വന്ന് നിന്നാൽ പോലും അതിന് സുഗന്ധമാണെന്ന് പറയും നമ്മൾ ആ സമയത്ത്. മറ്റേ ഈ ഹരികൃഷ്ണൻ സിനിമയ്ക്കകത്ത് എരിവ് കൂടിയത് ഉപ്പ് കൂടിയത് ജോഹി ചൗളയല്ലേ അതിനകത്തെ ജോഹി ചൗളയുടെ കഥാപാത്രം ആ എരിവും ഉപ്പും ഒക്കെ കൂട്ടി കൊടുത്തപ്പോഴും നല്ല ടേസ്റ്റ് എന്ന് മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ കഥാപാത്രം പറയുന്ന പോലെയുള്ള ഒരവസ്ഥയിൽ ഇത് മധുരിച്ചിട്ട് ഇറക്കാനും പയ്യ കഴിച്ചിട്ട് ഉപ്പനും പയ്യ. ഇതിനകത്ത് ശശീന്ദ്രൻ ഇന്ന് ഉന്നയിച്ചിരിക്കുന്ന ഒരു ആരോപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നണി മര്യാദകൾ പാലിക്കണം എന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിലൊരു അർത്ഥമില്ലെന്ന്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ CPM-നെയൊക്കെ സംബന്ധിച്ചിട്ട് ആ മുന്നണിക്കകത്ത്, അതായത് അദ്ദേഹം പറഞ്ഞ എന്താണ്, അന്ന് മലയാള മനോരമയുടെ പത്രത്തിലൊരു വാർത്ത വരുന്നു തെരുവുനായ ശല്യത്തെക്കുറിച്ച്, അതോടൊപ്പം തന്നെ വന്യമൃഗങ്ങളുടെ ആക്രമണം. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുവാൻ വേണ്ടിയിട്ട് അടിയന്തരമായിട്ട് നിയമസഭാ സമ്മേളനം വിളിച്ചു കൂട്ടണമെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മാന്യമായ ഒരു ആവശ്യമാണ്. അത് ജോസ് കെ മാണി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനെയൊന്നും പിണറായി വിജയനോ അല്ലെങ്കിൽ CPM-ഓ എതിർക്കേണ്ട കാര്യമില്ല. കാരണം അത് ഒരു മുന്നണി മര്യാദകൾ മുന്നണിക്കകത്ത് പറയാമായിരുന്നു. പക്ഷേ ഇത് ഒരു വൈകാരികമായിട്ടുള്ളൊരു വിഷയമാണ്. ആ വിഷയത്തിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു പ്രതികരണം ഒരു സർക്കാരിനോട് ആവശ്യപ്പെടുക, അതിനപ്പുറത്തേക്ക് അതിന് വലിയ മാനങ്ങളുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ വേറൊരു കാര്യം, ഈ പിണറായി വിജയൻ ഒരിക്കലും AK ശശീന്ദ്രനെ ഉപയോഗിച്ച് കേരള കോൺഗ്രസ് എമ്മിന് മറുപടി കൊടുക്കും എന്ന് ഞാൻ കരുതുന്നില്ല. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയനോടുള്ളൊരു ഭക്തിമൂത്ത്, അതല്ല എങ്കിൽ പിണറായി വിജയനെ ഒന്ന് സുഖിപ്പിക്കാമെന്ന് കരുതി AK ശശീന്ദ്രൻ അടിച്ചിരിക്കുന്ന അടിയാണിത്. ഈ അടിക്ക് വലിയ അടി കിട്ടാൻ പോകുമ്പോൾ AK ശശീന്ദ്രനാണ്. കാരണം പിണറായി അവിടെ നിന്ന് വിളിച്ചിട്ട് മിക്കവാറും ഇയാളുടെ തലക്കടിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇയാൾ ഇത് ആർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു എന്നും കൂടെ ചിന്തിക്കണം. ഇയാളുടെ പല സുഹൃത്തുക്കളും പല നിയോജക മണ്ഡലത്തിലുണ്ടല്ലോ. ഇപ്പൊ കഴിഞ്ഞ ദിവസം പിന്നെ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും എനിക്കെതിരെ നീക്കം നടത്തിയപ്പം ഞാൻ തിരിച്ചൊരടി അടിച്ചു കഴിഞ്ഞപ്പം പിന്നെ ഇവർ പലരെ കൊണ്ടും പല ആൾക്കാരും അവരൊക്കെ വേണ്ടിയിട്ട് തന്നെ വിളിക്കുന്നുണ്ട്. വിളിക്കുന്നവരോടൊക്കെ ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, നിർത്തിക്കൊള്ളാൻ പറ ഇവിടെ വെച്ച് നിർത്തിക്കൊള്ളാൻ പറയാനാ പറഞ്ഞത്. ഞാൻ പറഞ്ഞ കൃത്യമായിട്ട്. അതേപോലെ തന്നെ ജോസ് കെ മാണി വിളിച്ചിട്ട് പിണറായി വിജയനെ വിളിച്ചിട്ട് സഖാവേ പിന്നെ ശശീന്ദ്രന്റെ പ്രസ്താവന സഖാവിന്റെ ശ്രദ്ധയിൽപ്പെട്ടോ എന്ന് ചോദിച്ചാൽ മതി, നിലയ്ക്കുറത്തൊന്നും പറയണ്ട, അപ്പോൾ ആണ് ചെയ്യും. കാരണം ജോസ് കെ മാണി പോയാൽ കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. അടുത്ത പിന്നെ മൂന്നാം ടൈം ഇല്ല. ജോസ് കെ മാണി പിന്നെ കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ LDF-ന് പിന്നെ മൂന്നാം ടൈം എന്ന് സ്വപ്നം കാണാൻ പറ്റുമോ? അല്ലെങ്കിൽ തന്നെ ഉണ്ടാവുമല്ലോ എന്നുള്ളതൊക്കെ സംശയമാണ്. AK ശശീന്ദ്രനെ മതിയെന്നേ മുന്നണി തോപ്പിക്കാൻ. മന്ത്രിമാരും മതിയല്ലോ, മതി. ഒരു AK ശശീന്ദ്രൻ, പിന്നെ ഒരു വീണ ജോർജ്, ഇവരൊക്കെ മതി. ആവശ്യത്തിലേറെയാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടി ഇവിടെ അവശേഷിക്കുന്നുണ്ട്. അതായത് NDA മന്ത്രിസഭയുടെ ഭാഗമായിട്ടുള്ള NCP-യുടെ പേരിൽ മത്സരിച്ച് വിജയിച്ചിട്ടുള്ള ആളാണ് ഈ പറയുന്ന AK ശശീന്ദ്രനും തോമസ് കെ തോമസും. ഒരു മുന്നണി മര്യാദയും രാഷ്ട്രീയ മര്യാദയൊക്കെ ഉണ്ടെങ്കിൽ എന്ത് വാദങ്ങളും ആയിക്കൊള്ളട്ടെ, NDA-യുടെ ഘടകകക്ഷിയായിട്ടുള്ള ഒരു ദേശീയ പാർട്ടിയുടെ 2 MLA-മാരിൽ ഒരാൾ മന്ത്രിയാണ് കേരള മന്ത്രിസഭയിൽ. സമാനമായിട്ട് JDS-ന്റെ ഒരു K കൃഷ്ണൻകുട്ടി മന്ത്രിയായിട്ടിരിക്കുന്നുണ്ട്. HD ദേവഗൌഡ ഇപ്പോൾ ആരുടെ കൂട്ടത്തിലുള്ള NDA കുമാരസ്വാമി, HD ദേവഗൌഡ മകൻ കുമാരസ്വാമി NDA മന്ത്രിസഭയിൽ മന്ത്രിയാണ്. അപ്പോൾ 2 NDA പാർട്ടികളുടെ മന്ത്രിമാരുള്ള ഒരു മുന്നണിയാണ് ഇടതുമുന്നണി എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ ആളുകളുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കേരള കോൺഗ്രസ് എം. ആ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഒക്കെ എടുത്ത് വർത്തമാനം പറയാനായിട്ട് AK ശശീന്ദ്രൻ വളർന്നിട്ടുണ്ടോ? എവിടെ? പിന്നെ കേരള കോൺഗ്രസ് എം എവിടെ കിടക്കുന്നു? ഇങ്ങനെ എവിടെ കിടക്കുന്നു? ഇവർക്ക് പാർട്ടി പ്ലാറ്റ്ഫോം ഒന്നും ഇല്ല. കുട്ടനാട് പിന്നെയും അവർക്ക് കുവൈറ്റ് ആണ്ടി ഉണ്ടാക്കി വെച്ച കുറച്ച് പേഴ്സണൽ അനിയനായിട്ട് കൊണ്ടേ കളഞ്ഞിട്ടുണ്ട്. ഓക്കെ. അതേസമയം എലത്തൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPM-ന്റെ വോട്ടിലെ പാർട്ടി ഗ്രാമങ്ങളുള്ള സ്ഥലമാണ്. CPM-ന്റെ വോട്ടിലെ അയാൾ ജയിക്കുന്നത്. 10,000 വോട്ടിന് ജയിക്കുക. ഇയാൾ പോയി കഴിഞ്ഞാൽ ഇയാൾ അവിടെ സ്വതന്ത്രമായിട്ട് നിന്ന് കഴിഞ്ഞാൽ പണ്ട് ശോഭന ജോർജ് ചെങ്ങന്നൂർ പോയി മത്സരിച്ച പോലെ ആയിരിക്കും. ആ വോട്ട് പോലും കിട്ടത്തില്ല. 10,000 വോട്ട് ശോഭന ജോർജ് എന്തൊക്കെ 100 വോട്ട് തികച്ചു പിടിക്കില്ല. AK ശശീന്ദ്രൻ എലത്തൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിച്ച 100 വോട്ട് കിട്ടത്തില്ല. വേണ്ട, പുള്ളിയുടെ മക്കളും കൊച്ചുമക്കളും വോട്ട് ചെയ്യോ? കാരണം അവർക്ക് ഇങ്ങനെ വീട്ടിലിരിക്കുന്ന നല്ലത്. പുറത്തിറങ്ങി കഴിഞ്ഞ ചീത്തപ്പേരല്ല. ഇതല്ലേ പരിപാടി? ഹണ്ടിങ് അല്ലേ, മൂപ്പർക്ക് വേട്ടയാണല്ലോ പരിപാടി, പെൺവേട്ട. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ ഇതിനകത്തുള്ള വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ജോസ് കെ മാണി ഇതിനകത്ത് നിൽക്കുന്നത് മുന്നണി മര്യാദ പാലിച്ചോ എന്ന് ചോദിച്ചാൽ, ഇങ്ങനത്തെ തോന്നിയാസം നടക്കുന്നിടത്ത് മുന്നണി മര്യാദ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? അതിൻ്റെ ശരിയും തെറ്റും എല്ലാം കൂടെ താത്വികമായി അവലോകനം നടത്തിയിട്ട് പിന്നെ അപ്പമാഷെടുത്ത് ചോദിച്ച് തീരുമാനമൊക്കെ എടുത്തിട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പറയട്ടെ, ഇത് വൈകാരികമായിട്ട് സമീപിക്കുന്ന വിഷയമാണ്. 2, മുന്നണിക്കകത്ത് ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിക്കണം. കാരണം വിളിക്കാനുള്ള ഓപ്ഷനുണ്ട്. ഈ വന്യമൃഗ ശല്യവും അതേപോലെ തന്നെ കർഷകരുടെ പ്രശ്നങ്ങളും ബാക്കിയുള്ളതും എല്ലാം തെരുവുനായ്ക്കളുടെ വിഷയവും ചർച്ച ചെയ്യാൻ വേണ്ടി പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ക്രെഡിറ്റ് അവന്മാരടിച്ചുകൊണ്ട് പോകും. അവർ പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിക്കാൻ തീരുമാനിച്ചു. പിന്നെ പ്രഖ്യാപിക്കുന്നത് TP രാമകൃഷ്ണൻ, മുന്നണി കൺവീനർ. അത് CPM അതിൻ്റെ ക്രെഡിറ്റ് എടുത്തുകൊണ്ട് പോകും. ഇയാൾ രാഷ്ട്രീയ പാർട്ടിയും കൊണ്ട് നിൽക്കുക. ജോസ് കെ മാണിക്ക് വ്യക്തിപരമായ ക്രെഡിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതല്ല. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ കേരളത്തിലെ ഏറ്റവും പ്രബലമായ ശക്തിയാക്കി മാറ്റുക, പഴയ പ്രതാപകാലത്തേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് പുള്ളിയുടെ മിഷൻ.
പുള്ളിക്ക് അതാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. സംഘടന ഉണ്ടാക്കാനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനാണല്ലോ അവർ അടുത്തിട്ടുള്ള പ്രവർത്തനം നടത്തുന്നതും കേഡർമാരെ കൊണ്ടുവരുന്നതും ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് ഒരു വിഭാഗീയതയില്ലാതെ കൂട്ടിപ്പിടിച്ച് കൊണ്ടു നടക്കുന്നതൊക്കെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പുള്ളി ഇത് പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ പുള്ളിയാണ് എന്നുള്ളത് ആരും അറിയത്തില്ല. എട്ടുകാലി വമ്മൂഞ്ഞുമാരെ അതിന്റെ പുത്രത്വം അടിച്ചുകൊണ്ട് പോകും. തീർച്ചയായിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്ന കാര്യം എന്താ വെച്ചാൽ പിണറായി വിജയൻ പറഞ്ഞിട്ട് തന്നെയാണ് ജോസ് കെ മാണി ഈ തെരുവുനായ ശല്യത്തിന്റെ പ്രശ്നവും അതോടൊപ്പം തന്നെ വന്യ മൃഗങ്ങളുടെ ആക്രമണത്തെക്കുറിച്ചൊക്കെ ഒരു നിയമസഭാ സമ്മേളനം വിളിക്കണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചത് എന്നെനിക്ക് തോന്നുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ വിദേശയാത്ര പൂർണ്ണമായിട്ടും വഴിതിരിഞ്ഞു പോയിരുന്നു ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റോടുകൂടി. അല്ല, പിണറായി വിജയൻ പറഞ്ഞിട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, ഞാൻ കരുതുന്നില്ല. സാമാന്യ യുക്തിക്ക് എനിക്ക് നിരക്കുന്നില്ല. കാരണം ഇത് ജോസ് കെ മാണിയുടെ ഇറ്റ്സ് ഹിസ് ബേബി, പിന്നെ പ്രത്യേക സമ്മേളനം വിളിക്കണമെന്ന ഡിമാൻഡ്, അത് വേറെ ആരും ചിന്തിക്കാത്ത ഒരു കാര്യം. തെരുവുനായയുടെ പ്രശ്നം ആരെങ്കിലും അഡ്രസ്സ് ചെയ്തോ? ഇല്ല. ഇവിടെ നായ്ക്കളെ സംരക്ഷിക്കാൻ വേണ്ടി കുറേ എണ്ണം നിൽക്കുന്നത്. തെരുവ് നായ്ക്കൾക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട്. ജോസ് കെ മാണി എടുത്തിട്ടുള്ള സ്റ്റാൻഡ് ഇത്രയാണ്, ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് ബായ്, നിങ്ങൾക്ക് വേണമെങ്കിൽ കൊണ്ടുവരുന്നാൽ മതി. പുള്ളിക്ക് നിർബന്ധമൊന്നുമില്ല, പുള്ളിക്ക് ഇപ്പുറത്തെ ഓപ്ഷൻ ഉണ്ട്, എവിടെ വേണമെങ്കിൽ നിൽക്കാം. ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഞങ്ങളുടെ പാർട്ടി ഇങ്ങനെയാണ്, ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട് ഇതാണ്, ഞങ്ങൾ പിന്നെ അടിസ്ഥാന വർഗത്തിൽപ്പെട്ട സാധാരണക്കാരായ മനുഷ്യർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ആ ഇഷ്യൂസ് റൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. മിണ്ടാതിരിക്കാനല്ല തീരുമാനം, മിണ്ടിക്കൊണ്ടേയിരിക്കാനാണ് തീരുമാനം എന്നുള്ളത് അടിവരയിട്ട് പറയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രസ്ഥാനം വന്നിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇല്ലെങ്കിൽ പരസ്യ പ്രതികരണത്തിലേക്ക് പോവില്ല. വേറൊന്നും പറഞ്ഞില്ലല്ലോ, തെറി വിളിക്കാനൊന്നും പോയില്ലല്ലോ, പൂച്ചക്കുട്ടിയെന്ന് വിളിക്കാനും പോയില്ലല്ലോ. ആകെ ചെയ്തത് എന്താ? പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിക്കണം. അത് രാഷ്ട്രീയ പാർട്ടിയുടെ ആവശ്യമാണ്. അത് ഭരണകക്ഷിയിൽപ്പെട്ട പാർട്ടിയാണെങ്കിലും പിന്നെ മുന്നോട്ട് വെക്കുകയാണ് ആവശ്യം. അടുത്ത ഘട്ടത്തിൽ വേണമെങ്കിൽ ഇത് വിളിച്ചിട്ടില്ലെങ്കിൽ വേണമെങ്കിൽ ഗവർണറുടെ അടുത്ത് അപ്രോച്ച് ചെയ്താലും എന്താ കുറ്റം പറയാൻ പറ്റും? അപ്പം ഞാൻ പറയുന്ന അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതാക്കുക എന്നുള്ളത്. പിന്നെ വനം വകുപ്പ് ഇന്ന് തോന്നിയാൽ സ്വന്തയ്ക്ക് ബീഫ് ഇറച്ചി എടുത്തുകൊണ്ട് പോയിട്ട് മ്ലാവിൻ്റെ ഇറച്ചിയാണെന്നും പറഞ്ഞ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ തെളിയുന്നത് ബീഫ് ഇറച്ചിയാണ്. ഇത് ആരെങ്കിലും വിളിച്ചു പറയുമ്പോഴത്തേക്ക് ചെയ്യുക. കൃഷി നടത്തുകയാണെന്നുണ്ടെങ്കിൽ സിബിക്ക് അറിയത്തില്ല എൻ്റെ ബുദ്ധിമുട്ട്. ഞാൻ കൃഷി നടത്തിയതാണ്. ആണോ? കൃഷി നടത്തിയിട്ട് നമ്മൾ പിന്നെ വൈദ്യുതി ലൈൻ ചിലപ്പോൾ വലിച്ചിടും, അതിനകത്ത് പന്നി വന്നാൽ പന്നി ചാവും. അതൊക്കെ സ്വാഭാവിക. കാരണം ഇത് കഷ്ടപ്പെട്ടുണ്ടാക്കുക. എന്നിട്ട് ഈ മുതലെല്ലാം പന്നിയെ തീറ്റാനാണോ നമ്മൾ കൃഷി നടത്തുന്നത്? നമ്മളിത് വിറ്റിട്ട് പൈസ ഉണ്ടാക്കാനാണ് ചെയ്യുന്നത്. കഷ്ടപ്പെടുന്നതിന് മണ്ണിലിറങ്ങി തൂമ്പായെടുത്ത് വയർത്ത് കുളിച്ച് പണിയെടുത്തിട്ടുണ്ട്. വെയിൽ കൊണ്ടിട്ട് ഞാൻ നെൽകൃഷി ഉണ്ടാക്കിയിട്ടുണ്ട്. മയിൽ കൊണ്ടുപോകുക, പന്നി കൊണ്ടുപോകുക. പന്നി നെല്ല് തിന്നാനല്ല വരുന്നത്, ആ ചളിക്കകത്ത് മറ്റേ വേറെ ഇതൊക്കെ കാണും. അതിനെ പിടിച്ച് തിന്നാൻ വേണ്ടിയിട്ട് വന്നിട്ട് കുത്തി മറിച്ച് ഒറ്റ ദിവസം കൊണ്ടൊക്കെ പാടം നാശമാക്കും. പിന്നെ നമ്മളെന്ത് പന്നിയെ സ്നേഹിച്ചുകൊണ്ടിരിക്കണം. ഇങ്ങനെ ഈ രീതിയിലുള്ള പിന്നെ ഒരു സ്ഥിതിയാണ് പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ പാമ്പിനെ കൊന്ന പ്രശ്നമാണ്. ഒരു പാമ്പ് വന്നു കഴിഞ്ഞാൽ, മുറ്റത്തോളടിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ, ഈ പാമ്പ് അല്ലെങ്കിൽ പിന്നെ വീടിനകത്ത് റൂമിലും വിറക് വരയ്ക്കകത്തുമൊക്കെ കയറുന്ന സമയത്ത് ഈ പാമ്പ് ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അവർ വരണമെങ്കിൽ മണിക്കൂറുകൾ പിടിക്കും. അത്രയും നേരം പാമ്പ് അങ്ങോട്ടാ പോകുന്നത് നമ്മൾ നോക്കിയിരിക്കണം. അല്ല, ചിലപ്പോൾ പാമ്പ് നമ്മളെ കൊത്തിയിട്ട് പോകാൻ തന്നെ. ഞാൻ ഉണ്ടല്ലോ, സഖാവ് മൂർഖനേക്ക് ഒരുപാട് ഞാൻ തീർത്തിട്ടുണ്ട്. കുറച്ചേരി കേസെടുത്താലും ശരി. സഖാവ് മൂർഖന്മാരെ, മൂർഖന്മാരൊന്നും പറയുന്നില്ല, സഖാവ് മൂർഖന്മാരെ ഒരുപാട് ഞാൻ തീർത്തിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ അറിയാൻ പാടില്ലാത്തൊരു മന്ത്രിയാണ് ഈ വനം വകുപ്പ് ഭരിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഗതികേട്. ഇയാൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് ഈ സ്വരം മോശമാകുന്നതിൻ്റെ പാട്ട് നിർത്തണം. അയാളെ കൊണ്ടൊന്നും കേരളത്തിൽ ഒരു സാധനം ചെയ്യാനില്ല. ഇവിടുത്തെ വിവരക്കേട് വിളിച്ച് പറയാമെന്നല്ല, അതൊരു അഡ്മിനിസ്ട്രേറ്റർ അല്ല. ഈ അൻവർ ഇത്രയും വോട്ട് പിടിച്ചത് ശശീന്ദ്രനുള്ളതുകൊണ്ടാ. അൻവർ റൈസ് ചെയ്ത വിഷയം എത്രയാ? സ്വരാജ് തോറ്റത് ശശീന്ദ്രനുള്ളതുകൊണ്ടാ. കാരണം അൻവർ റൈസ് ചെയ്ത വിഷയം മലയോര കർഷകരുടെ, കുടിയേറ്റ കർഷകരുടെ പ്രശ്നങ്ങൾ, വന്യമൃഗ ശല്യങ്ങൾ, മനുഷ്യനെ കൊല്ലുന്നു, അതോടൊപ്പം തന്നെ അവർക്ക് ജോലി എടുക്കാൻ പറ്റുന്നില്ല. ഈ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്തിട്ടാണ് കുടിയേറ്റ മേഖലയിൽ നിന്നാണ് അൻവർ ഇത്രയും വോട്ട് പിടിച്ചത്. അതായത് കെ ശശീന്ദ്രൻ പിന്നെ CPM കിട്ടേണ്ടുന്ന ഒരു സീറ്റ് ഇല്ലാതാക്കി എന്നുള്ള ബോധമെങ്കിലും ഇവന്മാർക്ക് വേണം ആദ്യം. അവിടെ രാജിയൊക്കെ അയാളുടെ രാജി ചോദിച്ച് വാങ്ങിയിട്ട് അവിടെ ഇരുന്നോട്ടെ. എവിടെയെങ്കിലും മ്യൂസിയത്തിൽ കൊണ്ടേ ഇരുത്തണമെന്നേ ഇതിനെയൊക്കെ കൊണ്ടുപോയിട്ട്, അല്ലെങ്കിൽ ചരിത്രത്തിൻ്റെ കാഴ്ച ബംഗ്ലാവിലേക്ക് കൊണ്ടേ എടുക്കണം. ഇതിലേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അറബിക്കടലിൻ്റെ ഓളങ്ങളിലേക്ക് വലിച്ചെറിയേണ്ടുന്ന സമയം കഴിഞ്ഞ്. കടൽ കിഴവൻ എന്ന വാക്ക് VS ജോയി പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഇത്തരം ആൾക്കാരെ കുറിച്ച് പ്രായമാകുന്ന മോശമാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. അബോധാവസ്ഥയിൽ കിടക്കുന്ന, അത്യാസന്ന നിലയിൽ കിടക്കുന്ന 102 വയസ്സ് കഴിഞ്ഞ VS അച്യുതാനന്ദനെ കുറിച്ച് നമ്മൾ കടൽ കിഴവൻ നമ്മൾ പറയത്തില്ല. അത്രയും പ്രായമില്ലാത്ത ഇയാളെക്കുറിച്ച് പറയും. മല്ലികാർജ്ജുൻ ഖാർഗെക്കുറിച്ച് നമ്മൾ പറയത്തില്ല. നമ്മൾ LK അദ്വാനിയെക്കുറിച്ച് പറയുന്നില്ല, സോണിയാഗാന്ധിയെക്കുറിച്ച് പറയുന്നില്ല. അതേസമയം ഇയാളെയൊക്കെ കുട്ടൂസൻ തന്നെ പറയാൻ പറ്റുള്ളൂ. ഇയാൾ ഈ നാട്ടിൻ്റെ ശാപമാണ്. ഇയാൾ ജോസ് കെ മാണിയെ വെല്ലുവിളിക്കാൻ പോയി കഴിഞ്ഞാൽ വിവരം അറിയും. പിന്നെ ജോസ് കെ മാണി പറയുകയാണ് ഇപ്പോൾ, ജോസ് കെ മാണി ഇയാൾക്ക് മറുപടി കൊടുക്കണ്ട. MP ഗോവിന്ദൻ മാഷിൻ്റെ അടുത്തും TP രാമകൃഷ്ണൻ്റെ അടുത്തും പിണറായിയുടെ അടുത്തും പറയാണ്, ശശീന്ദ്രൻ മന്ത്രിസഭയിലുണ്ടെങ്കിൽ റോഷിയെ ഞങ്ങൾ പിൻവലിക്കുക എന്ന് പറഞ്ഞാലോ എന്ത് ചെയ്യും? ശശീന്ദ്രൻ വേണോ, റോഷി വേണോ, കേരള കോൺഗ്രസ് വേണോ, ഇവന്മാരായ NCP വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ വരിക? 2 ഓപ്ഷൻ മുമ്പിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരുണ്ടെങ്കിൽ ഞങ്ങൾ മുന്നണിയില്ല എന്ന് പറഞ്ഞാലോ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് പുറത്താക്കും. അത് ചെയ്യാത്തത് ജോസ് കെ മാണിയുടെയും പിന്നെ കേരള കോൺഗ്രസ് പാർട്ടി ഗ്രൂപ്പിൻ്റെയും മാന്യത എന്ന് മാത്രം മനസ്സിലാക്കി മിണ്ടാതെ അവിടെ ഇരുന്നാൽ ശശീന്ദ്രന് കൊള്ളാമെന്ന് എൻ്റെ അഭിപ്രായം.